മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളെയും മരണത്തോളം വേദന നൽകിയ മനുഷ്യരെയും. ജീവിതം ഒരു പാഠമാണ്. അത് പഠിക്കാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല, അനുഭവങ്ങൾ മാത്രം മതി. മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്നതും തിരിച്ചറിയാൻ വൈകുന്നതും സ്വന്തം ഇഷ്ടങ്ങളെയാണ്. ഭക്തരെ, നിങ്ങളുടെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും അറിവുള്ളവനായിത്തീരുന്നത്. വിലയില്ലാത്ത ഇടങ്ങളിലേക്ക് കയറി ചെല്ലാതിരിക്കുക, വിലയുള്ള ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കുക. ഒരാൾ നൽകിയ സ്നേഹം മറ്റൊരാൾക്ക് നൽകാനാകില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി ആരും മനസ്സുരുകി കരയുമായിരുന്നില്ല. ഭക്തരെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരയരുത്. അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ വേണം, എന്നാൽ ചേർത്തു പിടിക്കാൻ ഒരു കാരണം മതി: ആത്മാർത്ഥത. അതുകൊണ്ട് ആത്മാർത്ഥത ഉള്ളവരാകുക. യുവത്വത്തിൻ്റെ വീക്ഷണകോണിൽ ജീവിതം അനന്തമായ ഭാവിയാണ്, എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയ ഭൂതകാലമാണ്. എത്ര കുറച്ച് നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നിങ്ങളുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഭാഷയാണ് ദയ. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. പുതിയ ആളുകളെ കണ്ടെത്തുമ്പോൾ എല്ലാവരും മാറുന്നു. താൽക്കാലികമായ വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ആരും അത് ഓർക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആരും അത് മറക്കുകയുമില്ല. ഭക്തരെ, ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. സന്തോഷത്തിൻ്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം ധൈര്യവും. ഭക്തരെ, സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.